ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ആൻഡ് ആർട്സ് വേൾഡ്. ഇന്ന് ഞങ്ങൾ കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. ഇറ്റിനില് ഞങ്ങൾ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ മെയിനായിട്ടും ആൾക്കാർ ഫുഡ് ഗ്രില്ലൊക്കെ ചെയ്ത് ഇരിക്കാനൊക്കെ ഒരു പാർക്ക് പോലെ ഏരിയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ അങ്ങനെ ഇരിക്കാനൊക്കെ വരും. പിന്നെ അതുപോലെ ഇവിടെ തന്നെ പരസ്യം കൊടുക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ മുന്നേ കണ്ടത്. ഇത് ഒരു ഇങ്ങനെ ഫോട്ടോ സെഷനൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വണ്ടി ഓടിക്കാൻ പോവാ. ഇനി ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത ലൊക്കേഷൻ നമുക്ക് ഇറ്റിനിൽ തന്നെ ഫത്തീറ സ്പോട്ട് ഉണ്ടല്ലോ, ഫത്തീറ ടൂറിസ്റ്റിക്ക് കാണിക്കുന്ന സ്പോട്ടിലേക്ക് ഞങ്ങൾ പോവായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം ഇരുട്ടി തുടങ്ങിയ സമയമായിരുന്നു കേട്ടോ. ഏകദേശം സന്ധ്യക്കായി ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങി. നല്ല രസമായിരുന്നു കേട്ടോ. നല്ലൊരു വൈബായിരുന്നു വൈകുന്നേരം ആയപ്പോൾ. ഇവിടെ ഈ ലൈറ്റിങ്സ് ഒക്കെ ഇട്ട് ഇതൊക്കെ കാണുമ്പോൾ നല്ല കണ്ണിന് നല്ല കുളിർമയായിരുന്നു, നല്ല രസമായിരുന്നു. വൈകുന്നേരമാണ് ഇവിടെ മെയിനായിട്ട് ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുക ശരിക്കും പറഞ്ഞാൽ. അപ്പോഴാണ് നല്ലൊരു സ്പോട്ടും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇത് കണ്ടോ, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമൊക്കെയാണ്. ഇത് നമ്മൾ മുന്നേ പോയിട്ടുണ്ട്. ഈ ഭാഗത്തുള്ളിൽ കയറിയിട്ടുള്ള ഭാഗമാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഫത്തീരയും അതുപോലെ തന്നെ ഹോട്ടൽ സ്റ്റിക്കൊക്കെ വാങ്ങിക്കുന്ന സ്ഥലം. അപ്പോൾ അവർ ഉണ്ടാക്കണം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഉണ്ടാക്കണം നമ്മൾ മെയിനായിട്ടും 7 എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ പോവാറ്. 7ാം നമ്പർ റെസ്റ്റോറൻ്റാണ് നമ്മുടെ. എപ്പോഴും നമ്മൾ അവിടെയാണ് പോവാറ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം. ശരിക്കുള്ള ക്യാമറ നല്ലത് കുറച്ച് അല്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഒട്ടക സ്റ്റിക്കും ഫത്തീറൊക്കെ വാങ്ങിച്ച് വന്നേക്കാം കേട്ടോ. വീട്ടിലിൻ്റെ കുറച്ച് മുകളിൽ മലമുകളിൽ കയറിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് കഴിക്കാൻ വിചാരിക്കുന്നത്. നമുക്ക് കഴിച്ചാലോ? മമ്മിയെ ആദ്യമായിട്ടാണല്ലോ, അപ്പോൾ മമ്മിക്ക് ഒട്ടക സ്റ്റിക്കൊക്കെ വാങ്ങിച്ച് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഒട്ടക സ്റ്റിക്ക് ട്രൈ ചെയ്യാൻ കൊടുക്കാറുണ്ട്. മമ്മിക്ക് കഴിച്ച് നോക്കിക്കോ. പൊളിക്കാനോ കുറേ സ്റ്റിക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫത്തീറ കഴിക്കാം. ചാട്ടിന് കുടിച്ച നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് ഫത്തീറ ഓപ്പൺ ചെയ്യാം കേട്ടോ.
ചൂടുള്ള ചീസ് ഹണി പത്തീറ ഉണ്ടാ മമ്മിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. നല്ല ചീസും ഹണിയൊക്കെ ഇങ്ങനെ പൊളി സാധനം. ചേട്ടാ അങ്ങനെ ഞങ്ങള് മലമുകളിൽ ഇരുന്നിട്ട് ഫത്തീറയും ഇതൊക്കെ കഴിച്ച് വൈബായി. അത് കഴിഞ്ഞിട്ട് അടുത്ത ലൊക്കേഷനിലേക്കും കൂടെ പോവാണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ലൊക്കേഷനിൽ വെച്ച് കാണാം. അപ്പം അവിടുത്തെ കാഴ്ചകളും കണ്ടിട്ട് ആണ് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയത് കേട്ടോ. അങ്ങനെ അടുത്ത ലൊക്കേഷൻ ഏകദേശം എത്തിയിട്ടാണ്. ഇറ്റിനിൽ തന്നെ ദോഫാർ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ വന്നത് കേട്ടോ. ഇവിടെ മെയിനായിട്ടും കുട്ടികൾക്ക് ഉള്ള സ്ഥലം കൂടിയാണ്. ഖരീഫ് സീസണിൽ കുറേ ആൾക്കാർ തിരക്കുകളൊക്കെ ഉണ്ടാവട്ടെ. ഇപ്പോൾ അധികം തിരക്കുകൾ കാണാല്, എന്നാലും അന്ന് കാണാൻ പറ്റാഞ്ഞത് ഇന്ന് കാണാൻ പറ്റിട്ടോ. അപ്പം അത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. അതിൽ മെയിനായിട്ടൊരു സംഭവം ഉണ്ട്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ നോക്ക്. നടക്ക് നടക്ക് നടക്ക്. ഇതാണ് മെയിനായിട്ടും ഞങ്ങൾ കണ്ട കാഴ്ചകൾ. കുതിരേനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറെ കുതിര, വലിയ കുതിരയും ചെറിയ, ഇതൊരു മീഡിയം ചെറിയ കുതിരയാണ്, ഒരു മീഡിയം സൈസിലുള്ളത്. അതിലും ചെറിയ കുതിരയുണ്ട് കേട്ടോ. അവിടെ ഒരു വൈറ്റ് കളറുള്ള ഉണ്ടോ. അങ്ങനെ കുതിരകളുടെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. പൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അവരൊക്കെ തൊടാനൊക്കെ പറ്റിയല്ലോ. അപ്പോൾ മമ്മിക്ക് എനിക്കൊക്കെ പേടിയായിരുന്നു തൊടാനൊക്കെ. നല്ല കോമഡി ആയിരിക്കും സംഭവം. അപ്പോൾ എന്തായാലും നല്ലൊരു വൈബായിരുന്നു അവിടെ. പിന്നെ അത് കഴിഞ്ഞ് അവിടെ തന്നെ കുറച്ച് നേരം നടന്നിട്ടൊക്കെയാണ് ഞങ്ങൾ പോയത് കേട്ടോ. എല്ലാത്തിനും പോയി തൊട്ടുവാണി. മുടിമ നല്ലോണം മുടിമ ഇവിടെ ആ മുടിമ ഇങ്ങോട്ട് നോക്ക്. ആ പേടിക്കണ്ട. തലോടിയാ മതി. അങ്ങനെ കുട്ടികൾക്കൊക്കെ മെയിനായിട്ടും കറങ്ങാനും അതുപോലെ തന്നെ കളിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളായിരുന്നു കേട്ടോ ഇവിടെ. അപ്പം ഇവിടെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിൽ ഒരെണ്ണം മാത്രം ഇപ്പോൾ ഇവിടെ ഓടണ്ടായിരുന്നുള്ളൂ. റൈഡുകൾ വേറെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവസാനം ഞങ്ങളിങ്ങനെ കുറേ നടന്നിട്ട് പിന്നെ അവിടെ ഊഞ്ഞാല കണ്ടപ്പോൾ അവിടെ ഇരുന്നു കേട്ടോ. അപ്പം ഞാനും മമ്മിയൊക്കെ കൂടി ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോവാണ് ചെയ്തത്. വീട്ടിൽ പോകണ മുന്നേ ജസ്റ്റ് ലുല്ലുലും കൂടെ ഒന്ന് നടന്ന് കറങ്ങി ഒക്കെയാണ് പോയത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. ഇനി അടുത്ത വീഡിയോയും അടുത്ത വിശേഷങ്ങളുമായി നമുക്ക് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ, സി യു.